തികച്ചും യാദൃശികമായിട്ടാണ് ഞാൻ അയാളെ കണ്ടുമുട്ടുന്നത്. നീണ്ട കാലത്തെ പത്രപ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ അയാളെയും കുടുംബത്തിനെയും കാണുവാനും അവർക്കൊപ്പം സമയം ചിലവഴിക്കുവാനും കഴിഞ്ഞു. പിന്നീട് ഞാൻ കാണുന്നത് ഒരു വലിയ ദുരന്ത മുഖത്ത് വിറങ്ങലിച്ച മുഖവുമായി വികാരാധീനനായി നിൽക്കുന്നത്. വലിയ തോരാമഴയും ഉരുൾപൊട്ടലും ആ കുടുംബം ഒന്നടങ്കം വിഴുങ്ങിയപ്പോഴും തീരാ ദുഃഖമായി ഒരാളെ മാത്രം ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു. അത് വേലായുധനായിരുന്നു. അന്നത്തെ ആ ദൃശ്യം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തീരാ നോവായി നീറി നീറിക്കിടന്നിരുന്നു. പിന്നീട് ഒരുപാട് ശ്രമിച്ചെങ്കിലും അയാളെ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നു. ഉണ്ണി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപാഠിയുമാണ്. എൻ്റെ മനസ്സറിയുന്ന നല്ലൊരു കൂട്ടുകാരൻ. അദ്ദേഹം ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഉണ്ണിയുടെ ഫോൺ കോൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. അവൻ പറഞ്ഞ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഞെട്ടലും അതോടൊപ്പം സന്തോഷവും മാറി മാറി വന്നു. അതെ, അവൻ വേലായുധനെ കണ്ടു. വർഷങ്ങൾക്കിപ്പുറം ഞാൻ തേടി നടന്നൊരാൾ. ഉണ്ണി പറഞ്ഞ പ്രകാരം അയാൾ തൻ്റെ സ്വന്തം ദേശം വിട്ട് മറ്റൊരിടത്താണ് താമസം. വേലായുധൻ അയാൾ ഇന്ന് ഒറ്റയ്ക്കാണ്. ഉണ്ണിച്ചാറെന്താ പതിവില്ലാതെ രാവിലെ? ഒരു സുഹൃത്ത് വരുന്നുണ്ട് വേലായുധേട്ടനെ കാണാൻ. സാറേ ഇവിടെ സാറ് നേരത്തെ ഇറങ്ങി. ഉണ്ണിയുടെ ഫോൺ വന്നു കഴിഞ്ഞ് അധികം താമസിക്കാതെ. ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ യാത്ര ഉണ്ട്. നമ്മുടെ വണ്ടിയിൽ പോ. പ്രളയത്തിന് ശേഷം ഈ ഭാഗത്തെ റോഡുകളെല്ലാം തകർന്നാ സാറേ. കുറച്ച് നാളായതേ ഉള്ളൂ ഇതൊക്കെ ശരിയാക്കിയിട്ട്. ഉണ്ണി എങ്ങനെയാ വേലായുധനെ കണ്ടെത്തി? അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം സർക്കാർ ആ പ്രദേശവാസികളെ മുഴുവൻ മാറ്റിപ്പാറും. പക്ഷെ വേലായുധേട്ടൻ മാത്രം പോയില്ല. എനിക്കറിയാനും സാറേ വേലായുധേട്ടൻ ഇവിടെ വിട്ട് എങ്ങും പോയില്ലെന്ന്. ഒടുവിൽ ഞാൻ ആശാനെ ആനമല വെച്ച് കണ്ടെത്തി. വണ്ടി ഇവിടെ വരെ പോകും. ഇനി കാട്ടിലൂടെ കുറച്ച് നടക്കണം. ഇതുവഴിയാണോ? അതെ സാറേ. ഉണ്ണി തിരിച്ച് ആറന്മുള റേഞ്ചിൽ തന്നെ വന്നത് നന്നായി. അത് ശരിയാ. അതുകൊണ്ടല്ലേ ആശാനെ കാണാൻ പറ്റിയേ. ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലമാണോ? ഇല്ല സാറേ. ഇവിടെ അടിവാരത്തൊരു പാറയുണ്ട്. ആശാൻ ചിലപ്പോൾ അവിടെ കാണും. നമുക്കവിടെ ഒന്ന് നോക്കാം. ആശാനെ ഇതാരാ വന്നിരിക്കുന്നു നോക്കിക്കേ. വേലായുധേട്ടാ നീ അറിയുവാ? അവിടെ നിൽക്കും മോനെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാം. സൂക്ഷിച്ച് പിടിച്ചിറങ്ങണം. കയ്യെ മുറുകെ പിടിച്ചോണേ മോനെ. വേലായുധേട്ടാ
വേലായേട്ടന് സുഖമാണോ? മക്കള് വാ, ഇരിക്കാം. ഞാൻ ഒരുപാട് അന്വേഷിച്ചു വേലായുധേട്ടൻ, പക്ഷേ കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ യാത്രയിലുടനീളം അത് തുടർന്നിരുന്നു. ദൈവം ഉണ്ണിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്നെ തനിച്ചാക്കി അവരെല്ലാം പോയില്ലേ, ഈ പാവം എന്നെ മാത്രം. വിഷമിക്കരുതെന്ന് പറയുവാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ വേലായുധേട്ടൻ. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് ആ പഴയ വേലായുധേട്ടനെ തിരിച്ചു വേണം, കർഷകനായ എൻ്റെ ആ പഴയ വേലായുധേട്ടൻ. അതെ, വെറുതെ വന്നതല്ല ഞങ്ങൾ. ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടുവാൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കൂടിയാണ്. വേണ്ട മക്കളെ, ഞാൻ എവിടേക്കും വരുന്നില്ല. ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. എനിക്കിനി വയ്യ. ഈ കാണുന്ന കാടും മലയുമാണ് ഇപ്പോഴെൻ്റെ കുടുംബം. ഇവിടം വിട്ട് ഞാൻ എവിടേക്കുമില്ല. നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ വരില്ല മക്കളെ. നിങ്ങൾ എന്നെ കണ്ടുവല്ലോ, എനിക്കത് മതി. എനിക്കത് മതി. വേണ്ട സാറേ, ആശാനെ ഇനി വിളിക്കണ്ട, വരില്ല. അതെ, ചില മനുഷ്യരങ്ങനെയാണ്. ഒരായുസ് മുഴുവൻ അധ്വാനിച്ചത് തൻ്റെ കാൽക്കീഴിൽ നിന്ന് ഒലിച്ചു പോയിട്ടും മറ്റാർക്കും ഭാരമാവാതെ സ്വന്തം ജീവിതം ബലിയായി നൽകി ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുന്നവർ. ലക്ഷ്യബോധമില്ലാത്ത പ്രയാണം പോലെ.